പൃഥ്വിരാജ് മുഖ്യവേഷത്തിലെത്തുന്ന വിലായത്ത് ബുദ്ധയുടെ ടീസർ പുറത്തിറങ്ങി. മറയൂരിലെ ചന്ദനക്കൊള്ളയുടെ കഥ പറയുന്ന GR ഇന്ദുഗോപന്റെ നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചിത്രം. മറയൂരിലെ ചന്ദനക്കൊള്ളയുടെ കഥ പറയുന്ന GR ഇന്ദുഗോപന്റെ നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയുടെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനനും AV അനൂപും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. രാജേഷ് പിന്നാടനാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത്. ജെയ്ക്സ് ബിജോയ് സംഗീതമൊരുക്കുന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അരവിന്ദ് കശ്യപ് രണദേവാണ്. മറയൂരിലെ ചന്ദനക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം GR ഇന്ദുഗോപന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അന്തരിച്ച സംവിധായകൻ സച്ചിയുടെ സ്വപ്ന പദ്ധതിയായിരുന്ന ചിത്രം ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം. സച്ചിയുടെ സഹസംവിധായകനായിരുന്ന ജയൻ നമ്പ്യാരാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. മറയൂരിലെ ചന്ദനമരങ്ങളെ ചൊല്ലിയുള്ള ഒരു പോരാട്ടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തമെന്നാണ് സൂചന. ഡബിൾ മോഹനൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷമി തിലകൻ, അനു മോഹൻ, പ്രിയംവദാകൃഷ്ണൻ, രാജശ്രീ നായർ, കോട്ടയം രമേശ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷമി തിലകൻ അവതരിപ്പിക്കുന്ന ഭാസ്കരൻ മാഷിന്റെ കഥാപാത്രവും ഡബിൾ മോഹനനും തമ്മിലുള്ള സംഘർഷങ്ങളാണ് സിനിമയുടെ പ്രധാന ഭാഗം. ചിത്രീകരണത്തിനിടെ പൃഥ്വിരാജിന് സംഭവിച്ച പരുക്കു കാരണം സിനിമയുടെ ഷൂട്ടിംഗ് 2 വർഷത്തോളം നീണ്ടുപോയിരുന്നു. കഠിനമായ ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് പൃഥ്വിരാജിന് ശസ്ത്രക്രിയയും 3 മാസത്തെ വിശ്രമവും വേണ്ടിവന്നിരുന്നു. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചാണ് ചിത്രം പൂർത്തീകരിച്ചത്. വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായതിനാൽ ഈ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ചിത്രത്തിന്റെ ടീസർ പുറത്തുവന്നതോടെ ആകാംക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.